Hey guys, welcome to our new video. അയ്യോ വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ആണ്. നമ്മൾ എപ്പോഴും ഇടുന്ന കാഷ്വൽ ജിം വ്ളോഗാണ്. കസേര ഒരു രസമില്ല, മാറ്റട്ടെ. ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ ആയിരുന്നു ജിമ്മ്. സാധാരണ നമ്മൾ എപ്പോഴും ഇടുമ്പം ജിമ്മിൽ പോകുന്നതല്ലേ ഇടുന്നത്, ജിമ്മിലെ വ്ളോഗല്ല ഞാൻ ഇടുന്നത്. ഇന്നപ്പോൾ ജസ്റ്റ് റാൻഡമായിട്ട് ചുമ്മാ ഇവിടെ ഇരുന്നപ്പം ജസ്റ്റ് കാഷ്വൽ സംതിങ് അബൌട്ട് ഫിറ്റ്നസ് നമുക്ക് സംസാരിക്കാമെന്ന് കരുതി. ഇങ്ങനത്തെ വീഡിയോ ആദ്യമായിട്ടാണ് ഇടുന്നത്. അപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ദാറ്റ്സ് ഇറ്റ്. എന്താ പറയുന്നത്, ഇന്ന് വൈകുന്നേരം ഇല്ല, കാരണം പൂജവെപ്പ് എന്തോ ആയതുകൊണ്ട് ജിമ്മിലും ഇന്ന് വൈകുന്നേരം ഇല്ല. എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ പറഞ്ഞായിരുന്നു, ഇപ്പം ഞാൻ അബൌട്ട് 5 മന്തായി ജിമ്മിൽ പോയിട്ട്. അപ്പോൾ 5 മന്ത് റിസൾട്ട് ഞാൻ ഏകദേശം ഗെയിൻസൊക്കെ അത്യാവശ്യം ഞാൻ ഇടുന്നുണ്ട്, റീലിൽ ഇടുന്നുണ്ട്, യൂട്യൂബിലും ഷോർട്സിലും ഇടുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം വിചാരിച്ചതെന്ന് പറഞ്ഞാൽ, ഒന്നെങ്കിൽ ഈ റിസൾട്ട് നമ്മളിപ്പോൾ കുറേ നാളിപ്പം ഒന്നും കാണിക്കാതെ 1 ഇയർ കംപ്ലീറ്റ് വർക്കൗട്ട് ചെയ്തിട്ട് ഒരു ബിഗ് കം ബാക്ക്, യെസ്, അതുപോലെ അങ്ങനെ ഇടണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് നമ്മൾ ഈ കണ്ടൻറ് ക്രിയേഷനായിട്ട് പോകുമ്പോൾ എനിക്ക്, കാരണം നമ്മൾ വീഡിയോ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇടണം. അതാണ് യൂട്യൂബിൻ്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും പോളിസി. നമ്മൾ വീഡിയോ കറക്റ്റായിട്ട് എന്നും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ടേ പറ്റൂ. അതാണ്, ഒരു ദിവസം ആബ്സെൻ്റ് ആവരുത്. അത് തന്നെ നമ്മൾ അറ്റൻഡൻസ് പറയുന്ന പോലെ അതിലുള്ള മെയിൻ അൽഗോരിതം. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങുന്നവരായാലും ആരായാലും, നമ്മളൊരു ബിഗിനറാണ്. അപ്പോൾ അവരോട് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: എന്നും വീഡിയോ ഇടുക, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒരു ബന്ധവും കാണത്തില്ല, ഒരു റീച്ചും കാണത്തില്ല. അങ്ങനെ ഇടണം. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കണ്ടൻറ്റ് ചെയ്യാം, എൻ്റെ ബോഡിയോ മുഖമോ ഒന്നും ഇല്ലാതെ തന്നെ മറ്റേ കോട്ട്സ് വെച്ച് ജിമ്മിലെ കട്ട്സ് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാം. ബട്ട് നമ്മൾ വേണം. ആളുണ്ടെങ്കിൽ ഒരാൾ ഫ്രണ്ടിൽ നിന്ന് ഫേസ് ടു ഫേസ് ഉള്ള ഇതൊക്കെ ആണെങ്കിൽ കൂടുതലും എൻ്റെ തന്നെ വ്യൂസ് കൂടുതലുള്ളത്, ഞാൻ തന്നെ കൂടുതൽ നിൽക്കുന്നതും അങ്ങനത്തെ സംതിങ്ങാണ്. അല്ലാതെ നോർമൽ വീഡിയോസിനൊന്നും വലിയ വ്യൂസ് ഇല്ല. പിന്നെന്താ, അപ്പോൾ ഇതാണ് പറയാനുള്ളത്. ജിമ്മിൽ 5 മാസമായിട്ട് എന്തുണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇതൊരു വലിയ ജേണിയാണ്. ഒരു മിനിമം ഒരു ബോഡി സെറ്റ് ആവണമെങ്കിൽ, നല്ലൊരു ബോഡി ഒരു 1 ഇയർ ആണ് ഇപ്പോഴെനിക്ക് മനസ്സിലായത്. ആദ്യം 6 മാസമൊക്കെ എന്നാണ് പറയുന്നത്. അത് ഓരോരുത്തരുടെ ജനറ്റിക്സ് പോലിരിക്കും. അല്ലെങ്കിൽ അത്രയും നാൾ അയാളുടെ മുമ്പ് എന്താണ് അയാളുടെ അവസ്ഥ, അയാൾ ചെയ്തു വെച്ചത്, അല്ലെങ്കിൽ ഹെൽത്ത് ബോഡി എങ്ങനെ ആയിരുന്നു. അത്യാവശ്യം നല്ല ബോഡിയാണ് എങ്കിൽ ഇറ്റ്സ് ബെറ്റർ, അത്രയും എളുപ്പമായി. മറിച്ച് നല്ല ഫാറ്റി ആയിട്ടുള്ള ഒരാൾ ഇതിലോട്ട് കടന്നു വരുമ്പം അത് നല്ല പാടാണ്. അതുകൊണ്ട് തന്നെ ഒരു 2 മാസം കഴിയുമ്പോൾ ഒരു റിസൾട്ട് ഇല്ലാതെ തന്നെ അവർ അതിൽ നിർത്തി അവരുടെ പാട് നോക്കിപ്പോകും. സോ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വരിക, പിന്നെ കറക്റ്റ് പ്രോപ്പർ ഡയറ്റ് എടുക്കുക. പിന്നെ പ്രോട്ടീൻ എന്തായാലും നമ്മൾ ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മൈൻഡ് വെച്ചൊരിക്കലും അങ്ങനെ അത് ബിഗിനേഴ്സിനെ എല്ലാവരും ഇപ്പം ഭയങ്കര ഹാർഡായിട്ട് തോന്നുന്നൊരു കാര്യമാണ് അവർ ഈ കോമ്പറ്റീറ്റേഴ്സിൻ്റെ മൈൻഡിലെടുക്കുന്നത്. കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർ പക്ക ഡയറ്റും എല്ലാം, അവർ സീറോ ഷുഗർ എന്ന് പറയുമ്പോൾ സീറോ ഷുഗർ തന്നെ, എല്ലാം കാലറി കറക്റ്റ് നോക്കിയാണ് കഴിക്കുന്നത്, എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ബിഗിനറിനെ സംബന്ധിച്ച് അതൊരു ഭയങ്കര പാടാണ്. അവർക്ക് സ്ലോലി എല്ലാം കുറച്ച് തരാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട എന്താണ്, അയാളുടെ ബോഡി വെയ്റ്റിൻ്റെ 2 പ്രോട്ടീനും എടുക്കുക. പിന്നെ ക്രിയേറ്റിൻ എടുക്കണം. നമുക്ക് ക്രിയേറ്റിൻ എടുത്താൽ അങ്ങ് പെട്ടെന്ന് കയറി ബോഡിക്ക് വെക്കും, അങ്ങനെ കുറേ റീലുണ്ട്. പക്ഷെ അതാരും വിശ്വസിക്കരുത്. ക്രിയേറ്റിൻ അങ്ങനെ ഒരു സപ്ലിമെൻ്റ് അല്ല. ക്രിയേറ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് റിക്കവർ ആവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് സഹായിക്കുന്നു. നമ്മൾ ക്രിയേറ്റിൻ എടുക്കാതിരിക്കുമ്പം ആ ഒരു പ്രോസസ്സിനെ ക്രിയേറ്റിൻ ഒരു കുറച്ച് സ്പീഡാക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെന്താ,
പ്രോട്ടീനും ക്രിയേറ്റിൻ അതാണ് മെയിനായിട്ട് ഞാൻ പറയുന്നത്. പിന്നെ ഫൈബേഴ്സ് അതൊക്കെ നമുക്ക് ആൻറ്റി ടോക്സിക്കൻ്റ് അതൊക്കെ നമ്മൾ ജസ്റ്റ് ഫ്രൂട്ട്സ് പിന്നെ വെജിറ്റബിൾസ് അങ്ങനെ അതിൽ നിന്ന് കിട്ടും, അത് പേടിക്കണ്ട. പിന്നെ എന്താ ഓയിൽ ഇത്രേ പറയാനുള്ളൂ. ബേക്കറി ഐറ്റംസ് കവർ ഐറ്റംസ് എല്ലാം ഒഴിവാക്കുക, അതാണ് നല്ലത്. പിന്നെ മസിൽ ബ്ലേസിൻ്റെയൊക്കെ തന്നെ പ്രോട്ടീൻ ബാറും സ്നാക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ നല്ലതായിരിക്കും. ഓട്സ്, സ്നാക്ക് ഐറ്റംസ്, പീനട്ട് ബട്ടർ. അപ്പോൾ അങ്ങനെ ക്രേവിങ്സ് ഉള്ളവർക്ക് അത് കഴിക്കാം. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അതാണ് ഡയറ്റിനെ കുറിച്ചൊക്കെ പറയാനുള്ളത്. ഷോൾഡറൊക്കെ അത്യാവശ്യം വിസിബിളായി വരുന്നുണ്ട്, ഷോൾഡറൊക്കെ വിസിബിളായി വരുന്നുണ്ട്. ട്രൈസും വിസിബിളായി വരുന്നുണ്ട്. എനിക്ക് ട്രൈസ് ആയിരുന്നു ഒട്ടുമില്ലാത്ത. ട്രൈസ് ഭയങ്കര ശോകമാണ്. തുടക്കം അനങ്ങത്തില്ല, ഒരു രക്ഷയില്ല, അനങ്ങത്തേ ഇല്ല ട്രൈസ്. നന്നായി വരാൻ പെട്ട പാട്. ഇപ്പം ഞാൻ എടുക്കുന്നതെന്ന് പറയുമ്പോൾ സെൽഫി ക്യാമറയാണ്. ഞാൻ ബാക്ക് ക്യാമറ എടുക്കാത്തതെന്ന് പറയുമ്പം എനിക്ക് കറക്റ്റ് ഒരു ആംഗിൾ മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ചുമ്മാ സെൽഫി ക്യാമറ ട്രൈ ചെയ്യാൻ വിചാരിച്ചു. പിന്നെ സ്റ്റെബിലിറ്റി കുറവാണ് സെൽഫി ക്യാമറയ്ക്ക്, സോ അത് നോക്കണം. അല്ലെങ്കിൽ ട്രൈപോഡ് ചെയ്യാന്ന് വയ്യ, സത്യം പറഞ്ഞു വയ്യ, ഒന്നിനും വയ്യ. ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നൊരു സാധനം, ഗൈസ്, കണ്ടന്റ് ക്രിയേഷൻ ഒരു വലിയ ചടങ്ങാണ്. കാരണം ജിമ്മിൽ പോകുന്ന പോലെ ബോഡി ബിൽഡ് ചെയ്യുന്ന പോലെ അല്ല. നമ്മൾ ഇപ്പം തന്നെ ഞാൻ വ്ളോഗ് ഇടുന്നതെന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര മടി പിടിക്കുന്നു. ട്രൈപോഡൊക്കെ കൊണ്ടുപോയി അവിടെ വെച്ചിടുക, ഭയങ്കര ശോകം. ഇല്ല, ഇനി തൊട്ട് എന്തായാലും ഇടും. സോ എനിക്ക് ഒരു കംപ്രഷൻ ടീഷർട്ട് വാങ്ങണം. കംപ്രഷൻ ടീഷർട്ട് വാങ്ങണമെങ്കിൽ 6 പാക്ക്. അതാണ് അടുത്ത വള്ളി. 6 പാക്ക്. യെസ് ഗൈസ്, 6 പാക്കിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? 6 പാക്ക് എന്ന് പറയുമ്പോൾ അതും ഒരു ഭയങ്കര എന്താ പറയുക, പേഷ്യൻറ്റ്. 6 പാക്ക് എന്ന് പറഞ്ഞാൽ നല്ല അവിടെ നമ്മളൊരു നല്ല ഡിസിപ്ലിൻ കൊടുത്താൽ അതും ക്ലിക്കായി വരും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ഒരു 100%-ൽ 60% ഫ്ലെക്സിങ് ആണ് കേട്ടോ. ഫ്ലെക്സ് ചെയ്യാൻ അറിയുന്ന ഒരാൾക്ക് കിഡിലുമായിട്ട് നമ്മൾ കാണത്തില്ലേ, ചിലവരെ കാണുമ്പം എന്താ പറയുക, അവർ നോർമലി ഇരിക്കുന്നത് ഇച്ചിരി നമ്മൾ നോക്കും ഫാറ്റായിട്ടായിരിക്കും. പക്ഷെ അവർ ഫോട്ടോ എടുക്കുമ്പോൾ നോക്കുമ്പോൾ എന്താ പക്ക 6 പാക്ക് 6 വിസിബിളായിട്ടിരിക്കും. അത് എനിക്ക് വിസിബിളാക്കാൻ ഭയങ്കര നമ്മളെ മസിൽസിനെ നമ്മൾ അൺലോക്ക് ആക്കി എടുക്കണം. നമ്മൾ ഈ ഗെയിം കളിക്കുമ്പോൾ ലെവൽ അൺലോക്ക് എല്ലാം ഇത് തന്നെ. എനിക്ക് ലാറ്റ്സും വിരിഞ്ഞ് വരാൻ അത്യാവശ്യം ഇപ്പോഴും പാടാണ്. അത് ഫുള്ള് അൺലോക്ക് ആക്കിയിട്ടില്ല. നമ്മൾ അത് ട്രെയിൻ ചെയ്യുമ്പോൾ തന്നെ ഫ്ലെക്സ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അത് ലോക്കായി അവിടെ കിടക്കത്തേ ഉള്ളൂ. അൺലോക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. ഈ ബൈസും ട്രൈസും കണക്കല്ല. അതൊക്കെ നമ്മൾ റാൻഡമായിട്ട് ആരായാലും ചുമ്മാ നമ്മളിങ്ങനെ ചെയ്ത് ഇതെല്ലാം ഓക്കെയാണ്. അതുപോലെ ചെസ്റ്റും അത് തന്നെ. ചെസ്റ്റൊക്കെ ആദ്യം ഇങ്ങനെയൊക്കെ ഫ്ലെക്സ് ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു, പിന്നെ നമ്മൾ ചെയ്താണ്. അതുപോലെ തന്നെ ലാറ്റ്സും ലെഗും കുഴപ്പമില്ല, ലെഗൊക്കെ പിന്നെ നമുക്ക് പറ്റും. പക്ഷെ ലാറ്റ്സും 6 പാക്ക് ആപ്സൊക്കെ കറക്റ്റായിട്ട് ചെയ്തേ പറ്റും. അത് എപ്പോഴും ഒന്ന് ചെയ്ത് നോക്കണം. അത് ആപ്സൊക്കെ കറക്റ്റ് നമ്മൾ ശ്വാസമൊക്കെ പിടിച്ച് വെച്ച് അങ്ങനെ ചെയ്യുമ്പോഴേ ആ ഒരു എഫക്റ്റ് കിട്ടൂ. പിന്നെന്താ പറയണ്ടേ, പിന്നെ നമ്മളിങ്ങനെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി പയ്യെ ഗ്രോത്ത് ഒരു ബിഗിനിങ് സ്റ്റേജിലാണ്. അപ്പോൾ കുറച്ച് വീഡിയോയുടെ സെറ്റായ എനിക്ക് നല്ല കണക്ക് കണ്ടൻറ് ചെയ്യണമെന്നുണ്ട്. കാരണം ആപ്സ് ഒന്ന് വന്നാൽ ഞാൻ സെറ്റായിട്ട് റീൽസ് ഇടുന്നതായിരിക്കും. അത് നമ്മൾ നല്ല സ്ഥലത്ത് പോയി കിഡിലായിട്ട് കണ്ടൻറ് എടുക്കണമെന്നുണ്ട് എനിക്ക്, അത് ചെയ്യണം. പിന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും പമ്പാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് 10-50 പുഷപ്പൊക്കെ എടുത്ത് ഒരു ഡമ്പിലിരിപ്പുണ്ട്. ഡമ്പിൽ കാണിച്ചാൽ ഞാൻ പമ്പാക്കുന്നത് ഈ ഡമ്പിൽ വെച്ചാണ്. ഇത് ജസ്റ്റ് നമ്മൾ വീഡിയോ ഷൂട്ടിന് മാത്രം നമ്മൾ ഇതിട്ട് പമ്പാക്കും. യെസ്, ഷോൾഡറിനായാലും എന്തോത്തിനായാലും അപ്പം എടുക്കണമെങ്കിൽ പക്ഷെ ഇത് വെയിറ്റ് കുറവാണ്, ഭയങ്കര കുറവാണ്. അപ്പോൾ ഒരു റെപ്പ് കൂട്ടി അടിക്കും, ഒരു 50-60 അടിക്കാൻ. പിന്നെന്താ പറയണ്ടേ, പിന്നെ ഗൈസ്, ഇത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഈ ബോഡി സെറ്റാക്കുന്നതെന്ന് പറയുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് കാണിച്ചു തരാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറ്റില്ല.
ഇതിപ്പോൾ ഏകദേശം ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയിട്ട് 5-6 മാസമായി. പിന്നെ ഈ കണ്ടൻറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് 2 മാസമേ ആയിട്ടുള്ളൂ. ഓക്കെ, 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ യു ക്യാൻ വാച്ച് മീ. യെസ്, നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മൾ കണ്ടൻറ്റിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ജൂലി ബൾക്ക് ചെയ്യുകയാണ്. ജൂലി ബൾക്കിംഗ് സ്റ്റേജിലാണ്. നീ വാ. ബൾക്കിംഗ് സ്റ്റേജിലാണ് ജൂലി. ഡയറ്റൊന്നുമില്ല, എന്തും തിന്നും. ബോഡി, അതാ ഞാൻ പറഞ്ഞത്, അതൊരു നല്ല സമയമെടുക്കും. ഇപ്പോൾ എന്തായാലും എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന സമയത്ത് ആരായാലും എതിര് പറയാനും എല്ലാം ഉണ്ട്. അത് കാണിച്ചു കൊടുക്കാൻ കുറച്ച് സമയം എടുക്കുക, അതേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്നും പോകുമ്പോൾ നമുക്കായാലും ഇങ്ങനെ ഇത് വരുന്നില്ലല്ലോ, ഇതെന്താ വരാത്തത്, ഒന്നും വരുന്നില്ലല്ലോ. പക്ഷെ അത് വരികയാണ്. അതിങ്ങനെ പയ്യെ വരും. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴാണ്. ഞാൻ ട്രൈസൊക്കെ എനിക്ക് ആദ്യമായിട്ട് വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ റാൻഡമായിട്ട് ഇരുന്ന് എന്തോ ചുമ്മാ കണ്ണാടിയിലോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ ഒന്ന് പിടിച്ചപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നു. വിച്ച് മീൻസ് ഗെയിൻ ഉണ്ട്. അത് വളരെ സ്ലോ ആണെന്നേ ഉള്ളൂ. മനസ്സിലായില്ലേ? വളരെ സ്ലോ ആണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന പോലെ സ്റ്റോറി ഇടുന്നതായാലും പോസ്റ്റ് ഇടുന്നതായാലും അതൊക്കെ അത്യാവശ്യം ആൾക്കാർ പമ്പ് ചെയ്തിട്ടാണ് ഇടുന്നത്. അവർക്ക് ഒറിജിനലി ചിലപ്പം അത്രയും, ചിലവർക്ക്, എല്ലാവരും അല്ല പറയുന്നത്, ചിലവർക്ക് അപ്പോൾ അവർ പമ്പ് ചെയ്തിട്ടാണ് അപ്പിടുന്നത്. ഞാനായാലും ചെയ്യുമ്പോൾ പമ്പ് ചെയ്യും. കാരണം നമ്മളായാലും ഒരു ഇച്ചിരി ഇപ്പം നിൽക്കുന്നതിനെക്കാട്ടി ഒരു സ്റ്റേജ് കൂടി ഓക്കെ ഇങ്ങനെ നിൽക്കുമ്പം അത്രയും നല്ലതല്ലേ. പമ്പ് ചെയ്ത് നിൽക്കുമ്പോൾ ഇച്ചിരി കൂടെ എടുത്ത് കാണില്ലേ. സോ അതാണ്. അപ്പോൾ ഇതെല്ലാം നല്ല ടൈം എടുക്കും, അതാണ് പറയാനുള്ളത്. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ. ഞാൻ ജസ്റ്റ് കാഷ്വലായിട്ട് എങ്ങനെ ഉണ്ട്, ഇതെടുക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാൻ വേണ്ടി ഇട്ടാണ് ഒരു വീഡിയോ. ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്ന് പറയുമ്പോൾ വ്ളോഗിൻ്റെ രീതിയിൽ അങ്ങ് എടുത്ത് പോകുന്നതല്ലാതെ നമ്മളിങ്ങനെ തമ്മിൽ ഇങ്ങനെ ഞാൻ ജസ്റ്റ് സംസാരിച്ചിട്ടില്ല. പിന്നെന്താ പറയണേ, പിന്നെ ഇപ്പോൾ സമയം എത്ര, 5 മണി സംതിങ് ആയി. ഈ വെയിലിപ്പോൾ പോകുന്നതിന് മുമ്പ് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നവർ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ 40 സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തൊക്കെ എത്തി. ഇനി എന്താ പറയാനുള്ളത്, യെസ്, ഇനി ഗ്രോ ചെയ്യണം. നിങ്ങളും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. സോ ഗുഡ് ബൈ, സ്റ്റേ ഹാർഡ്, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ ഗ്രോത്തിൽ എല്ലാവരും കൂടെ കാണണം. നമുക്ക് ഒരുമിച്ച് ഗ്രോ ചെയ്യാം. യെസ്, ഞാനിപ്പോൾ 77 കിലോ കണ്ടായി, 77-78 കിലോ ആണ്. സോ ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ. പിന്നെ എന്തെങ്കിലും കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമ്മളതും നോക്കും. എല്ലാവരുടെയും എന്തെങ്കിലുമൊക്കെ അഭിപ്രായം അറിഞ്ഞാലല്ലേ നമ്മൾക്ക് പിന്നെയും ചേഞ്ച് ചെയ്ത് പോകാൻ പറ്റൂ. സോ കമൻറ്റ് ചെയ്യുക, പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഗ്രോത്ത്. യെസ്, ദാറ്റ്സ് ഇറ്റ്.